ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 69ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, കഴിഞ്ഞ 2 സെഷനുകളിൽ ഞാൻ പങ്കുവച്ചതായ ഒരു 17 വയസ്സുകാരൻ യുവാവിൻ്റെ അനുഭവം, അവൻ ഓജബോർഡ് കടിച്ച് പൈശാചിക അരീബിയെ തന്നിലേക്ക് തന്നെ കയറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ട് അതിലങ്ങോട്ട് വളരെ ആകർഷനായി ഈശോയെ വിളിച്ചാലോ പരിശുദ്ധാത്മാവിനെ വിളിച്ചാലൊന്നും ഉത്തരമില്ല, പക്ഷേ പൈശാചിക അരുവി വിളിച്ചപ്പോൾ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ 18 വയസ്സാകുമ്പോൾ പിശാചിൻ്റെ ഒരു പുരോഹിതനായിട്ട് മാറണം, ആ ചിന്തയുമായിട്ട് അവൻ നടക്കുന്നതായിട്ട് സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ആ യുവാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന അവൻ 2 ധ്യാനം ഒന്ന് കൂടിയിട്ടും അത് ഫലപ്രദമായില്ല എന്ന് സൂചിപ്പിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവനത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അവൻ്റെ മനസ്സ് അവൻ പിശാചിന് തീരെഴുതി കൊടുത്ത പോലെ ആയിരുന്നു. 2 ധ്യാനം മുഴുവനും കൂടിയിട്ടും ആ ധ്യാന മധ്യേ പങ്കുവച്ച വചനങ്ങളൊക്കെ കേട്ടിട്ടും ആ ബോധ്യങ്ങളൊന്നും എടുക്കാതെ, ആ വചനത്തിൻ്റെ ബോധ്യത്തിന് തൻ്റെ ജീവൻ തുറന്നു കൊടുക്കാൻ മനസ്സാകാതെ അവന് പൈശാചിക അരുവിയോടുള്ള അടുപ്പം വെച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ ബഹിഷ്കരണ പ്രാർത്ഥന നടക്കും പോലും അവന് സാത്താന് സ്തുതി പാടിക്കൊണ്ട് കിടക്കുകയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ നമുക്കൊരിക്കലും മറ്റൊരാളുടെ മനസ്സിനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. പല അവസരങ്ങളിൽ ഡെലിവറൻസിന് വേണ്ടിയിട്ട് ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമാണ്, അച്ഛാ വീട്ടിൽ പങ്കാളി അല്ലെങ്കിൽ മക്കൾ അല്ലെ മാതാപിതാക്കൾ തിന്മയുടെ വല്ലാത്ത ബന്ധനത്തിൽ നീങ്ങുന്നു, എത്ര പറഞ്ഞിട്ട് അവർ മനസ്സ് മാറ്റുന്നില്ല, പൈശാചിക ബന്ധനമാണ്, അച്ഛനൊന്ന് ബന്ധിച്ച് അല്ലെങ്കിൽ ഒന്ന് ബഹിഷ്കരിച്ച് ആ തിന്മയുടെ കെട്ടിനകത്തുനിന്ന് അവരൊന്ന് വിടുവിക്കാമോ? അങ്ങനത്തെ ഒരു ആശയം യഥാർത്ഥത്തിൽ ബിബ്ലിക്കലല്ല, വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമല്ല, ക്രൈസ്തവ കാഴ്ചപ്പാടുമല്ല. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഒരു വ്യക്തി മനസ്സാകാതെ ദൈവം ഒരിക്കലും വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുകയില്ല. ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നന്മ പ്രവൃത്തിയാണ്. പക്ഷെ അത് സ്വന്തമാക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈശോ പറയുന്നത്, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിക്കാനും സുവിശേഷം സ്വീകരിച്ച് വിശ്വസിക്കാനും ഒരു വ്യക്തി തയ്യാറാകണം. അവിടെ നമ്മൾ എത്ര വേണ്ടപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും പ്രായപൂർത്തിയായ ഒരു വ്യക്തി പ്രത്യേകിച്ചും ഒരു തരത്തിലും നമുക്ക് ബലമായിട്ട് തിന്മയുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുകയില്ല. ഈശോയുടെ കൂടെ 3 വർഷം നടന്ന് അപ്പസ്തോലനായിട്ട് വിളിക്കപ്പെട്ട യൂദാസ് ഇസ്കറിയോത്ത പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം മറ്റ് അപ്പസ്തോലന്മാർക്കൊപ്പം യൂദാസ് സ്വീകരിച്ചതാണ്. എന്നിട്ട് അവസാനം സാത്താൻ വന്ന് യൂദാസിൽ ആവസിക്കുന്നു, പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. സാത്താൻ യൂദാസ് പ്രവേശിച്ചു. അന്ത്യത്താഴവേളയിലാണ് സംഭവിക്കുന്നത്. അന്ത്യത്താഴവേളയിൽ ഈശോയ്ക്കൊപ്പം ഇരിക്കുമ്പോഴാണ് യൂദാസ് സാത്താൻ പ്രവേശിക്കുന്നത്. നമ്മൾ ഓർമ്മിക്കണം. ഈശോയുടെ അടുത്തായിരുന്ന അപ്പസ്തോലൻ സാത്താൻ എങ്ങനെ വന്ന് കയറി, സാത്താൻ അത്രമാത്രം ധൈര്യം എങ്ങനെ കിട്ടി, എങ്ങനെ സാധിച്ചു? ഈശോ അറിയാതെ പോയതാണോ? ഈശോ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് വീണ്ടും ഓർമ്മിക്കണം. യൂദാസ് സാത്താൻ പ്രവേശിച്ചത് ഈശോ അറിഞ്ഞിട്ടും ആ സാത്താനെ ഇറക്കി വിട്ടുകൊണ്ടൊരു ബഹിഷ്കരണ ശുശ്രൂഷ നടത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു ആജ്ഞാപിച്ച പിശാചിനെ ഇറക്കി വിടാനായിട്ട് ഈശോ അവിടെ ഉദ്യമിക്കുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല. അത് ഈശോ ഉപേക്ഷ കാണിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് ഈശോ ലഗിയോൻ ആവസിച്ചിരുന്ന വ്യക്തിയെ പോലും പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും അതേസമയം തൻ്റെ കൂടെയുള്ള അപ്പസ്തോലനിൽ സാത്താൻ വന്ന് കയറുന്നത് കണ്ടിട്ടും കയറുന്ന അറിഞ്ഞിട്ടും കയറി കഴിഞ്ഞിട്ടും അവിടെ ഈശോ വിടുതൽ കൊടുക്കാനായിട്ട് ഉദ്യമിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ, യൂദാസ് തൻ്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചില്ല. ദൈവം നമുക്ക് നൽകിയ സ്വതന്ത്ര മനസ്സിൻ്റെ ശേഷി അപാരമാണ്. ദൈവത്തോട് പോലും നോ എന്ന് പറഞ്ഞ് പുറത്തു നിർത്താനുള്ള ഒരു അധികാരമല്ലേ, അവകാശം, ശേഷി ദൈവം നമുക്ക് സ്വതന്ത്ര മനസ്സുകൾ തന്നിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. അപ്പം ഒരാളുടെ വാതിൽക്കൽ മുട്ട് കേട്ടു, അയാൾ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് നോക്കുന്നു, ജനാലയോട് നോക്കുന്നു. അപ്പോഴിതാ കാണുകയാണ്, ദൈവം തമ്പുരാൻ വാതിലിൽ നിന്ന് മുട്ടുകയാണ്. അത് കണ്ടിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അവിടെ നിൽക്ക്, എൻ്റെ പെരയ്ക്കകത്ത് നീ കയറണ്ട എന്ന് ദൈവത്തോട് ആ മനുഷ്യൻ പറഞ്ഞാൽ, കഥ തുറക്കാതിരുന്നാൽ ദൈവം ചവിട്ടി തുറന്ന് കയറുകയല്ല, ബലമായിട്ട് കയറുകയല്ല.
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ദൈവം തന്നെ നമുക്ക് നൽകിയ വലിയ ഒരു ശേഷി, കഴിവ് ആണ് സ്വതന്ത്ര മനസ്സ്. ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി 1:26 കാണുന്നതാണല്ലോ. ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ നന്മയുടെ വലിയ അടയാളമായിട്ട് നൽകിയ വലിയ സമ്മാനമാണ്. ദൈവത്തോട് പോലും നോ പറയാനായിട്ട് നമ്മുടെ കഴിവ്, നമ്മുടെ സ്വതന്ത്ര മനസ്സിന് അത്ര വലിയ പവറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പവർ നമ്മൾ മനസ്സായി ദൈവത്തിന് വേണ്ടി തുറന്ന് നമ്മുടെ ദൈവത്തെ കൊടുക്കാനായിട്ട് വിനിയോഗിക്കണം. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനായിട്ട് ആ സ്വതന്ത്ര മനസ്സിന് തീരുമാനമെടുക്കണം. സാത്താൻ്റെ സ്വരത്തെയും പ്രേരണയും കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു നോ പറയാനായിട്ട് നമ്മൾ സ്വതന്ത്ര മനസ്സിന് തീരുമാനമെടുക്കണം. അത് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മാമോസായ്ക്ക് വരുമ്പോൾ തിരുക്കർമ്മം ആരംഭിക്കുമ്പോൾ വൈദികൻ പള്ളിക്ക് പുറത്ത് വാതുക്കെ വന്ന് നിന്നിട്ട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ടല്ലോ. പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നോ? ഒരു വ്യക്തി പറയണം, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചില്ല അച്ഛാ, അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല എന്നാ പറയുന്നതെങ്കിൽ അച്ഛനോട് ഒന്നും ചെയ്യാനില്ല. അച്ഛൻ പറയും, കപ്പ്യാരെ കഥ കടച്ചോ, തിരികെടുത്തിക്കോ, ബാ നോക്കൂ. ആ വ്യക്തി തിരിച്ചു പോകും. ആ വ്യക്തി അങ്ങ് തിരിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പോകുന്നത്? പിശാചിൻ്റെ അടിമത്തത്തിലാണ് പോകുന്നത് എന്നല്ലേ ആ ഒരു ചോദ്യം തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 ചോദ്യമുണ്ട്. പാപവും പാപമാർഗവും നീ ഉപേക്ഷിക്കുന്നുവോ? അത് നീ ഉപേക്ഷിക്കുന്നു, നീ തീരുമാനിക്കണം ഉപേക്ഷിക്കാനായിട്ട്. ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയണം. ഒരു വ്യക്തി പറയുക, അച്ഛാ എനിക്ക് പിശാചിൻ്റെ അടിമത്തമെല്ലാം വിട്ടിട്ട് ആഗ്രഹം, പക്ഷേ പാപമെല്ലാം ഉപേക്ഷിക്കാൻ പറ്റുകയില്ല, അതെനിക്ക് കുറച്ച് പാപമൊക്കെ വേണം, അതിൻ്റെ സുഖം എനിക്ക് വിടാൻ പറ്റുകയില്ല എന്നാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ അച്ഛൻ നിസ്സഹായനാണ്. അപ്പോൾ ആ വ്യക്തി തീരുമാനം പറയണ സ്വതന്ത്ര മനസ്സാൽ ഞാൻ ഉപേക്ഷിക്കുന്നു. 3 ചോദ്യം ഉടനെ വരികയാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്ഷകൻ കർത്താവ് നീ സ്വീകരിക്കുന്നുവോ? അവിടെ ഞാൻ സ്വീകരിക്കുന്നു പറയണം. ശിശുക്കൾക്ക് നമ്മൾ സ്നാനം കൊടുക്കുമ്പോൾ, ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ കുഞ്ഞിന് വേണ്ടി മറുപടി കൊടുക്കുകയാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു, നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വലിയ സ്ഥാനം നമ്മുടെ സ്വതന്ത്ര മനസ്സിനുള്ളത് കൊണ്ട് ഒരു വ്യക്തി മനസ്സാകുന്നില്ലാത്തടത്ത് പൈശാചിക സാന്നിധ്യങ്ങളെ ദൂരീകരിക്കാനോ ആ വ്യക്തി ദൂരീകരിക്കാനോ ദൈവരാജ്യത്തിൻ്റെ അനുഭവ വ്യക്തിയെ കയറ്റിക്കൊണ്ട് വരാനോ ആർക്കും സാധിക്കുകയല്ല, ദൈവത്തിന് പോലും സാധിക്കുകയില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ദൈവം തന്നെ വെച്ച ഒരു സംവിധാനമാണ് നമ്മുടെ സ്വതന്ത്ര മനസ്സ്. അതിനെ ദൈവം ഒരിക്കലും തകർക്കുകയല്ല. യു വുഡ് നെവർ വയലേറ്റ് ഇറ്റ്. അതിനെ തകർത്തുകൊണ്ട് അതിക്രമിച്ച് കയറിയല്ല, അതിനെപ്പോഴും ദൈവം മാനിക്കും. നമുക്ക് ഒരു മരുന്നാണെങ്കിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ശരീരത്തിലേക്ക് രോഗിക്ക് കൊടുക്കാം. രോഗി അറിയാതെ തന്നെ വേണേൽ കൊടുക്കാം, അറിഞ്ഞില്ലേ പോലും കൊടുക്കാൻ പറ്റും. അതിൻ്റെ മരുന്നിൻ്റെ ഫലം ഉണ്ടാകും. ഭക്ഷണം ട്യൂബിലൂടെ ഇട്ട് വേണേൽ കൊടുക്കാം. ഭക്ഷണം കഴിക്കാനായിട്ട് ശേഷിയില്ലാത്ത അവസ്ഥയിൽ ആരോഗ്യം ക്ഷയിച്ച് കിടക്കുന്ന വ്യക്തിക്ക് ട്യൂബിലൂടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ മെച്ചം ഉണ്ടാകും. പക്ഷേ ഈ ദൈവ സാന്നിധ്യം, ദൈവരാജ്യം, അതുപോലെ തന്നെ സാത്താൻ്റെ സാന്നിധ്യവും നരകരാജ്യവും ആർക്കും ഒരു വ്യക്തിയിലേക്കും ബലമായിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ യുവാവ്, അവൻ പ്രായപൂർത്തി ആയിട്ടില്ല, 17 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും അവൻ്റെ മനസ്സ് അടച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ദൈവത്തിൻ്റെ വചനം വേണ്ട, ദൈവത്തിൻ്റെ രാജ്യ അനുഭവം വേണ്ട, എനിക്ക് വിടുതലും കിട്ടണമെങ്കിൽ സാത്താൻ്റെ കൂടെ പോയാൽ മതി. അതാണ് അവൻ പറഞ്ഞത്, എനിക്ക് അടുത്ത മെയ് മാസത്തിൽ 18 വയസ്സാകും, അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം സാത്താന് കൊടുക്കും, പൂർണ്ണ അവകാശത്തോടെ പ്രായപൂർത്തിയ വ്യക്തി എന്ന രീതിയിൽ കാത്തിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ആയവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ നന്മ ആഗ്രഹിക്കും, അവർ ബലമായിട്ട് കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ച് വിടുവിക്കാൻ നമുക്ക് പറ്റിയല്ല. അവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, അവർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിച്ചുകൊണ്ടൊപ്പം നിൽക്കുക. അങ്ങനെ കാത്തു നിന്ന് ദൈവത്തിൻ്റെ കൃപ അവർ സ്വീകരിക്കാനുള്ള ഒരു ദിവസം അവസരം വരണം. അതിനുവേണ്ടി കാത്തു നിൽക്കുക. അത് നമുക്ക് കരുണീയമായിട്ടുള്ളത് ക്രൈസ്തവ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.